നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശിവനെ, എങ്ങോട്ടാണോ എന്റെ കൊണ്ടുപോണത്? അറക്കാൻ വില കൊടുത്ത് വാങ്ങിയ മാളിനെ കത്തിക്ക് കഴുത്തറക്കുകയാണോ അതോ തല്ലിക്കൊല്ലുകയാണോ എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? എന്താ ആരും ഒന്നും മിണ്ടാത്തേ? ജഗദീപ് കുമാർ, ഓ, അത്യാവശ്യം നല്ല തരികിടകളൊക്കെ മനസ്സിലാകുന്ന ആൾക്കാരാ ഞാനും എന്റെ മോളും. ജഗദീപ് ഒരു ഉടായ്പ് കാട്ടിയാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? അയ്യോ, അതല്ല അമ്മേ, അത് പിന്നെ ഞാനേ അട്ടയുടെ കണ്ണും കുതിരയുടെ കൊമ്പും കണ്ടവരെന്ന് പറയില്ലേ, ഞങ്ങളുടെ അടുത്താ. അതെ, ഞാനെല്ലാം പറയാം. ഇതൊരു അഭിനയമാണേ. മനസ്സിലായി ജഗദീപ് സാറേ. സാറിനെ എല്ലാരും കൂടി പിടിച്ചു നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോ ഞാനൊന്ന് സംശയിച്ചു ആദ്യം. പിന്നല്ലേ ഇവള് കാര്യം പറഞ്ഞത്. സാധാരണക്കാരിയായ പെൺകുട്ടിയെ കണ്ടെത്താൻ സാറ് തന്നെ നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയതാണെന്ന്. അതിനുവേണ്ടി ആളുകൾക്കിടയിൽ സാറ് പിച്ചക്കാരനായോ ലോട്ടറിക്കാരനായോ ഒക്കെ അഭിനയിക്കുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനൊരു തട്ടിപ്പുകാരനായി അഭിനയിക്കുമെന്ന് ഇവള് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്റെ രാജകുമാരിയെ കണ്ടെത്താനായി ഞാൻ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിപ്പോ ഈ പിച്ചക്കാരനായിട്ടോ ലോട്ടറി കച്ചവടക്കാരനായിട്ടോ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിട്ടോ അങ്ങനെ ഏത് വേഷം. അപ്പൊ സീൻ മാറിയ ശിവനേ. എന്റെ പൊന്ന് ജഗദീപ് സാറേ, സാറെന്തിനാ തങ്കപ്പെട്ട മനസ്സുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഇങ്ങനെ പിച്ചക്കാരനായും തട്ടിപ്പുകാരനായിട്ടും ഒക്കെ നടക്കുന്നത്? ആ പെൺകുട്ടിയല്ലേ സാറിന്റെ തൊട്ടടുത്തിരിക്കുന്നത്. എന്റെ മോളോട് സാറിനൊരു ചെറിയ ഇഷ്ടമുണ്ടെന്ന് എനിക്കൊരു സൂചന തോന്നിയിട്ടുണ്ട്. എന്ന് കരുതി ചാടിക്കയറി കല്യാണം കഴിക്കാനൊന്നും ഞാൻ പറയില്ല കേട്ടോ. കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ പരസ്പരം വിശദമായി പരിചയപ്പെട്ട് അന്യോന്യം മനസ്സിലാക്കിയിട്ടൊക്കെ മതി. അടിപൊളി. സീൻ മാറി സ്ഥിതിക്ക് ഞാൻ ഇനി ചിറക്കൽ രാമേന്ദ്രന്റെ മോൻ ജഗദീപ് കുമാർ തന്നെ. വെയിറ്റ് ഒട്ടും കുറയ്ക്കണ്ട. ജഗദീപ് സാറ് ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വിശദമായിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടുമായിരുന്നു. പരിഗണിക്കാവുന്നതാണ്. പക്ഷേ എന്റെ അധിക സമയം വേസ്റ്റ് ആക്കരുത് കേട്ടോ. യുനോ മൈ ടൈം ഈസ് മൈ മണി. ഇല്ല സാറേ, പെട്ടെന്ന് വിടാം. ഓ, മുസ്തഫ, കാർ വീട്ടിലേക്ക് തന്നെ പോട്ടെ. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.